കട്ട് ചെയ്യാൻ പോവേണേ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തേതൊരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ലോഗാണ്. ഇന്ന് ആവണിയുടെ ആശയുടെയും ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ലാസ്റ്റ് മൊമെൻറ്റിലാണ് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യത്തെ പ്ലാൻ നമ്മൾ ആശയുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാം. അതായത് ആവണിയുടെ ബർത്ത്ഡേ മാർച്ച് 19 അപ്പോൾ അത് നമ്മൾ 18 12 o'clock രാത്രി വീട്ടിൽ പോയി സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പറ്റിയില്ല. അപ്പോൾ അതെല്ലാ പ്ലാനും കുളമായിട്ട് ലാസ്റ്റ് ഇതിപ്പോൾ വൈകുന്നേരം ഒരു 5:30 ആയിക്കാണ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പോയി അമ്മയുടെ കൂടെ വാങ്ങിയിട്ട് പെട്ടെന്നിട്ട പ്ലാനാണ്. സോ ഞാൻ എൻ്റെ റൂമിലാണ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ആക്കിയാണ്. എൻ്റെ റൂം ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെതൊരു ലാവൻഡറും വൈറ്റും ആഷും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് എൻ്റെ റൂം. അപ്പോൾ ഞാൻ വെച്ച ആഷ് കളറിലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലാവൻഡറും വൈറ്റും ബലൂണാണ് എടുത്തത്. ആ ഒരു തീമാണ് വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ബലൂൺ പെരുക്കാൻ പോവാണ്. ഞാൻ ഓൾറെഡി ഒരു 3 ബലൂൺ പെരുക്കി. അമ്മേനെ അടുത്ത് ഹെൽപ്പ് ചെയ്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അമ്മേനെ കൊണ്ട് ഇത് പറ്റി ഊതാ അറിയില്ല, ഊതാനുള്ള ശക്തിയില്ല അമ്മയ്ക്ക് എൻ്റെ അത്ര വണ്ണം ഇല്ലല്ലോ, അതുകൊണ്ട് അമ്മേനെ കൊണ്ട് പറ്റില്ല. തലകിടന്ന് ബലൂൺ എടുത്തിരിക്കാൻ പറ്റും. ആശിച്ചേട്ടനാണെങ്കിൽ ഒരു വർക്കുള്ളതുകൊണ്ട് ഒരു 7:30 ആയിട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതിന് മുന്നേ പെട്ടെന്ന് ഒന്ന് ബലൂണൊക്കെ സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ആറ്റിങ്ങിൽ പോയിട്ട് ഒരു കേക്ക് മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് അമ്മ ഞാനും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ് റൂം. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഹാപ്പി ബർത്ത്ഡേ അവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് അവിടെ 2 സൈഡിലായിട്ട് കുറച്ച് ബലൂൺ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്നെ വിഷ്ണു വീഡിയോ കോൾ വിളിച്ചായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ബലൂൺ എല്ലാം ആ റാക്കിൻ്റെ മുകളിലായിട്ട് നീ വെച്ചിട്ട് അതിൽ റിബൺ ടൈ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പ്ലാൻ മാറ്റിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഇവളുടെ ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അവൾക്ക് അങ്ങനെ അവളുടെ ബർത്ത്ഡേ ഇതുവരെ അങ്ങനെ ഭയങ്കര വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സർപ്രൈസോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഇത് സെറ്റാക്കാമെന്ന്. സർപ്രൈസ് കണ്ട് ബോധം കെട്ട് വീഴും. അതുകൊണ്ട് ആശേട്ടൻ ഇത് കുറേ നാൾ മുന്നേ പ്ലാൻ ചെയ്ത സംഭവമാണ്. അപ്പോൾ സർപ്രൈസ് കൊണ്ട് ഇന്ന് അവളെ ഒരു പരുവാക്കും. കാര്യം ഒരുപാട് ഗിഫ്റ്റ് ആശേട്ടൻ വാങ്ങി. അതെല്ലാം നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അവളുടെ ചാനലിൽ. അപ്പോൾ കാണാം. എൻ്റെ റൂമിലപ്പം ആശാൻ്റെ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ഫോൺ എൻ്റെ ജനലിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോണും കയ്യിലുണ്ട്. ആശാൻ്റെ ഫോണിൽ വിഷ്ണു വീഡിയോ കോൾ ചെയ്യുന്നതുകൊണ്ട് അതും ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നുള്ള റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ബിക്കോസ് ക്യാമറ വെച്ചതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ വെച്ചിരിക്കുന്ന ഫോണുകളുടെയൊക്കെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് എങ്ങാനും ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ വല്ലതും സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ച് റെക്കോർഡ് ആയില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ക്യാമറയും കൂടി സെറ്റ് ചെയ്തത്. മറ്റേ സാധനം പൊക്കിയപ്പോ ഭംഗിയുണ്ടായിരുന്നു. ഒന്ന് വരോ? അയ്യോ, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്താ അയ്യോ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. കട്ട് ചെയ്യാൻ പോവേണേ. കേൾക്കുന്നുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഇവിടെ നേരെ കാണുന്നില്ല അമ്മ അവിടെ പിടിക്കുന്ന നേരെ വഴി അല്ലു കേക്ക് കൊള്ളാം അമ്മ നോക്കിയ കേക്ക് കഴിച്ചോ? നിങ്ങള് കഴിച്ചോ അച്ഛനും അയ്യേ വിഷ്ണുവിനെ കൃത്യമായിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മ കൊടുത്തോ ബ്രൗണിയാ ഹലോ ക്യൂട്ട് ഇത് വൈഷ്ണവിയുടെ വൈഷ്ണവി ഇന്നലെ രാത്രി പൈസ അയച്ചു കൊടുത്തു താങ്ക് യു വൈഷ്ണവി. വൈഷ്ണവി അയ്യോ എന്റെ ദൈവമേ, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും എനിക്ക് ഇത്രയും ഗിഫ്റ്റ് കിട്ടുന്നത്. താങ്ക്സ്, എനിക്ക് എല്ലാം ഇഷ്ടമായി.